പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട്. കാരണം അതിന്റെ പിന്നിൽ ധാരാളം ദുരൂഹതകളുണ്ട്. യഥാർത്ഥത്തിൽ 9.732% പലിശയ്ക്ക് അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും പണം കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും കൂടിയ പലിശയാണത്. അത്രയും വലിയ പലിശയ്ക്ക് പോയി മസാല ബോണ്ടിന് കടമെടുക്കേണ്ട ഒരു ആവശ്യമില്ല. 5 കൊല്ലം കൊണ്ട് മുതലും പലിശ അടച്ചു തീർക്കണം. 2150 കോടി രൂപ എടുത്തിട്ട് 1045 രൂപ പലിശയാണ്. അപ്പൊ 3195 കോടി രൂപ ആ പലിശയും മുതലുമായിട്ട് 5 കൊല്ലം കൊണ്ട് ഏകദേശം പകുതിയോളം തുക പലിശയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അതിനെയാണ് വിമർശിച്ചത്. മാത്രമല്ല, സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്താൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടും. നമുക്ക് 1.25%-നാണ് മെട്രോ, കൊച്ചി മെട്രോയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പലിശ 1.25%. അത് ഇടയ്ക്കെന്തോ 1.5 ആയി, അതിൽ കൂടുതലല്ല. എന്തായാലും 1.5% പലിശയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കിട്ടെടുക്കാൻ അപ്പോഴാണ് പോയി ഇത്രയും വലിയ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. ഭരണഘടനയുടെ 293(1) വകുപ്പനുസരിച്ച് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. മാത്രമല്ല, SNC ലാവലിനുമായി ബന്ധമുള്ള CDPQ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ധനകാര്യമന്ത്രി നൽകിയ വിശദീകരണം മുഴുവൻ തെറ്റായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് തെറ്റാണ്. അത് കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിട്ടാണ് ഇത് നടത്തിയത്. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി മണിയടിക്കാൻ മാത്രമാണ് ചെയ്തത്. ഈ മണിയടിച്ചത് വലിയ സംഭവമായിട്ടൊന്ന് കൊട്ടിഘോഷിച്ചു. ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മണിയടിക്കുന്നതെന്ന് പറഞ്ഞു. അത് അവിടെ ബോണ്ട് നിക്ഷേപിക്കുന്ന ഏത് കമ്പനിയുടെ തലവനും അവിടെ 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരം മണിയടിക്കാനുള്ള സമയമുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അല്ല മണിയടിച്ചത്, കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് പോയി മണിയടിച്ചത്. അതിന് കേരളം മുഴുവനുള്ള കൊട്ടിഘോഷിക്കപ്പെട്ട ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ PR സ്റ്റണ്ടായിരുന്നു ഇത് മുഴുവൻ നടത്തിയിരുന്നത്. ഇതിന്റെ പുറകിൽ അഴിമതി ഉണ്ടായിരുന്നു. ഇപ്പൊ ED 3 കൊല്ലം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോട്ടീസ് അയച്ച എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം അത് കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി, പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ്. ഇതിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPM-നെയും മുഖ്യമന്ത്രിയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ED ഒന്നും ചെയ്യില്ല. ED ബാക്കിയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് ഭയപ്പെടും. ഇന്നാളൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് യാതൊരു വിവരമില്ലല്ലോ. വേറെ വീട്ടിലേക്കൊരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് പിന്നെ യാതൊരു വിവരമില്ല. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-നെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി CPM ഭയപ്പെടാറുണ്ട്. തൃശൂർ പാർലമെന്റ് ഇലക്ഷനിൽ ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് CPM-നെ ഭയപ്പെടുത്തി അവിടെ അവരെ വിധേയരാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് CPM നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ED ചെയ്യില്ല. കാരണം നോട്ടീസ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമാണോ? അല്ലല്ല, അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നല്ല ഞാൻ പറയാം. ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒന്ന് പേടിപ്പിക്കുക. അപ്പൊ പേടിച്ചു പോകുന്നുണ്ട് ഇവര് പേടിച്ചു പോകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. അതിന്റെ അപ്പുറത്തേക്ക് പോവാതെ എല്ലാ ED കാര്യങ്ങളും എല്ലാ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേരളത്തിലെ കേസുകളെല്ലാം ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതാത് കാലത്ത്. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയപ്പെടുന്നവർ. ഇതിന്റെ അകത്ത് ഒരു അഴിമതിയുണ്ട്, നടപടിക്രമങ്ങളിലെ പാളിച്ചയുണ്ട്, ഒരുപാട് ഭരണഘടനാപരമായ വയലേഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ ഇത്രയും നാളായിട്ട് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചതിന് ശേഷവും ഒരു വിധത്തിലുള്ള നടപടിയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? മാത്രമല്ല, ഈ പലിശ വർധനവ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് നേരത്തെ തന്നെ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എല്ലാം EDക്ക് കൊടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഗിമിക്കാണെന്നാണ്. അല്ല, അവരെന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് നടപടിയെടുക്കായിരുന്നെന്ന് പറയേണ്ടത് ഞാനല്ല, ED ആണ് പറയേണ്ടത്. ED എന്താണ് ഇപ്പൊ നോട്ടീസ് അയക്കാന്നുള്ള കാര്യം ED ആണ് പറയേണ്ടത്. പക്ഷെ ഞങ്ങളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഗുരുതരമായ അഴിമതി ഇതിന്റെ പുറകിലുണ്ട്. നടപടിക്രമങ്ങളുടെ ലംഘനം, ഭരണഘടനാ ലംഘനവും ഈ മസാല ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്.
2150 കോടി രൂപ വാങ്ങിച്ചിട്ട് 5 കൊല്ലത്തിനകം 1045 രൂപ പലിശയടക്കം 3195 രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ഫിനാൻസ് മാർക്കറ്റിൽ നിന്ന് ഒരു ഗവൺമെന്റ് സോവറിൻ ഗ്യാരണ്ടിയോടുകൂടി കടമെടുക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ അപ്പുറത്തേക്കുള്ള ധനനഷ്ടം സംസ്ഥാനത്തിന്റെ എക്സ്ചക്കറിനുണ്ടായിട്ടുണ്ട്. എവിടെന്നാ പൈസ അടച്ചത്? തിരിച്ചു പൈസ അടച്ചത് നമ്മൾ സെസ് കൊടുക്കുന്ന പണമാണ്, നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇത് തിരിച്ചടച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ ഫണ്ട് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ സെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഇവർ ഇത്രയും വലിയ പലിശയ്ക്ക് കടം മേടിച്ചതും ഇത്രയും വലിയ പലിശ കൊടുത്തതും. ഭീമമായ പലിശയാണ്, കൊള്ള പലിശയാണിത്. ഈ പലിശ മാർക്കറ്റിലില്ല, ഇന്റർനാഷണൽ മാർക്കറ്റിലില്ല. മസാല ബോണ്ടിനും ഏറ്റവും കൂടിയ പലിശയാണ് ഇതുള്ളത്. മസാല ബോണ്ടിന് ഇത്രയില്ല. ഞാൻ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ കുറവ് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോ പൈസക്ക് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാനുള്ള കേസല്ല, അത് ഗൗരവമുള്ള കേസാണ്. അദ്ദേഹത്തിന് പൊതുവെ അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോടതി പറഞ്ഞ അതല്ല. ഞാൻ മന്ത്രി എന്ന നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല, അത് കിഫ്ബിയാണ് ചെയ്തതെന്നാണ് കോടതിയിൽ പറഞ്ഞത്. കോടതിയിലും മുഖ്യമന്ത്രി കിഫ്ബിയുടെ ചെയർമാൻ ആയതുകൊണ്ട് മാത്രമാണ് നോട്ടീസ് കിട്ടിയത്, അതിനപ്പുറം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പങ്കില്ല, ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അല്ലല്ലോ അന്ന് ക്യാമ്പയിൻ ചെയ്ത്? അന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തപ്പോൾ ഇത് ഓർത്തില്ലേ? അത് മുഖ്യമന്ത്രി മണിയടിക്കാൻ പോകുന്നതിന് മുമ്പ് കിഫ്ബി എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനത്തിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും വഴി കൂടി പോകണവന് പോയി ഗ്യാരണ്ടി കൊടുക്കുമോ? നിങ്ങളൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരാൾ ലോൺ എടുത്ത് നിങ്ങൾ പോയി ഗ്യാരണ്ടി കൊടുക്കുമോ? നിങ്ങളുടെ സ്ഥലം വെച്ചിട്ട് നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കണം. വഴി കൂടി പോകണവന് ഗ്യാരണ്ടി കൊടുക്കുമോ നിങ്ങൾ? അപ്പം നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ വല്ല സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടാവും തിരിച്ചടയ്ക്കുമെന്ന്, എങ്കിലല്ലേ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു ബന്ധമില്ല. സർക്കാരിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ്, സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടിയാണ് ഈ 2150 കോടി രൂപയ്ക്ക് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്തിരിക്കുന്ന. മനസ്സിലായേ? എന്നിട്ട് അത് കിഫ്ബിയാണ്, ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് വെച്ചാൽ അപ്പൊ ഇയാൾ അന്വേഷിക്കാതെ പോയി ഇദ്ദേഹം മണിയടിച്ചെന്തിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി. എന്നിട്ട് എന്തായിരുന്നു അന്ന് PR സ്റ്റണ്ട്? ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയും. ഇപ്പൊ പറയും ഒരു ബന്ധമില്ല. ഏതോ കിഫ്ബിന്ന് കൂടി ചോദിക്കായിരുന്നു നമ്മുടെ ഭാഗ്യം. ഏതോ ഒരു കിഫ്ബിയുടെ ഇതിനാണ് പോയത്, ബന്ധമില്ല എന്ന് പറയാൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറാൻ പോയാൽ അത് വലിയ തമാശയായി മാറും. കിഫ്ബി വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പൊ ഏതോ ഒരു കിഫ്ബി ലോൺ എടുത്തതിന്റെ പേരിൽ എനിക്ക് നോട്ടീസ് വന്നു എന്ന് പറഞ്ഞാൽ മലയാളികളെ ഇങ്ങനെ ചിരിപ്പിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളത്. ഞങ്ങളെങ്ങനെ ചിരിപ്പിക്കരുത്. മറ്റൊരു കാര്യം, അതിജീവിതയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. ഇതിനെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് നിയമലംഘനം ആര് നടത്തിയാലും തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോദിക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല, ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ.